ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കപ്പ കൊണ്ടുള്ളൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കാക്കോ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമ്മൾ കപ്പ കൊള്ളി രൂപത്തിൽ പൊരിച്ചെടുക്കുക എങ്ങനെയാണെന്ന് നോക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഇവിടെ നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കപ്പ എല്ലാം നീളത്തിൽ കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാദാ ഓയിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഓയിൽ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി നമ്മൾ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, സാദാ മുളക് പൊടി, അതുപോലെ കാശ്മീരി പൗഡർ, ഇത് നാലിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ കുപ്പിയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടും. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കപ്പ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്, മണത്തിന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും. ഇനി കപ്പ പകുതി കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിൽ വെള്ളത്തിൽ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ എണ്ണയിലേക്ക് വെള്ളമായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങളിതുപോലെ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് തൊട്ട് നോക്കരുത് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ പുള്ളി പോകും. കാക്കൂന് എണ്ണച്ചട്ടിൻ്റെ അടുത്ത് നിന്ന് ശീലമായതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മുടെ കപ്പ അവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കപ്പ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളിക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായൻ്റെ കൂടെ അതുപോലെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, അഭിപ്രായം അറിയിക്കുക. കാക്കോ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കഴിക്കുക. ഇതുപോലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മുളക് പൊടി, സാധാ മുളക് പൊടി, ഉപ്പും വട കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കട്ടൻ ചായ ഇതും പാടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ അങ്ങനെ കറുമുറെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.